Hi students, today we are going to study the last topic of module 5. So the last topic of module 5 is stability and causality using Z transform. Okay, so this includes certain points. For a causal system, ROC is exterior of the circle of radius R. That is, a system is said to be causal. And is a transform. In case of is a transform, a system is said to be causal where its ROC is greater than R. The R means the radius of the circle. A causal linear time invariant system is BIVOS stable, that is bounded input for bounded output, if and only if all the poles of H of Z system transfer function lies inside the unit circle. Okay, so we can say that a system is causal and stable when all the poles of the transfer function, all the poles of transfer, H of Z ആയിരിക്കും നമുക്ക് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് H of Z is Y of Z by X of Z. സോ അപ്പോൾ കിട്ടുന്നത് നമുക്ക് പോൾസ് വെച്ചിട്ടാണ്. സോ എല്ലാ പോൾസും എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ we can say that this is a stable system. So we can see that from this figure we are having in Z plane we are having two axes, real axis and imaginary axis, and we are marking poles in the real axis if all the poles are lies inside the unit circle. So units ഇതിന്റെ ഒറിജിനലിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു യൂണിറ്റ് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ പോൾസ് ഈ തന്നിരിക്കുന്ന H of Z പോൾസ് എല്ലാം തന്നെ ഈ യൂണിറ്റ് സർക്കിളിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ we can say that the system is a stable system. Okay, so if any of the pole comes on the circle, okay, so pole ആ ഒരു യൂണിറ്റ് സർക്കിളിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ we can say that the system is marginally stable. ഇനി if the pole comes outside the unit circle, the system is unstable. Okay, so both in പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്സിസ് സർക്കിളിന്റെ വെളിയിലാണ് പോൾ വരുന്നതെന്നുണ്ടെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ സിസ്റ്റം പോൾസ് എന്ന് പറയുന്നത് ആ ഒരു യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിൽ വന്നാൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ മാർജിനലി സ്റ്റേബിൾ ആണ്. സോ ഇങ്ങനെയാണ് ഒരു സിസ്റ്റത്തിന്റെ ROCയിൽ നിന്ന് ഇസഡ് ട്രാൻസ്ഫോമിന്റെ കേസിൽ ROC കണ്ടിട്ട് സിഗ്നൽ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. പിന്നെ അതുപോലെ സിസ്റ്റം കോസിൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ROC എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് Z ഗ്രേറ്റർ ദാൻ R ആ ഒരു ഫോമിലായിരിക്കണം. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Plot the pole zero pattern and determine which of the following system are stable. So first system is y of n is equal to 1.8 y of n minus 1 minus 0.72 y of n minus 2 plus x of n plus 0.5 x of n minus 2. സോ ഇങ്ങനൊരു രീതിയിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈയുടെ ടേം എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരിക, എക്സിന്റെ ടേം എല്ലാം കൂടി ഒരു ടേം കൊണ്ടുവരിക. പിന്നെ അതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, സോ അങ്ങനെ എഴുതി ഇസഡ് ട്രാൻസ്ഫോം ഈ ഒരു ഫോമിൽ എഴുതി, എക്സും വൈയും സെപ്പറേറ്റ് സൈഡിലാക്കി H of Z എഴുതി. കാരണം നമ്മൾ ഇവിടെ സ്റ്റെബിലിറ്റിയും കോസാലിറ്റിയും പ്രഡിക്റ്റ് ചെയ്യുന്നത് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്നാണ്. സോ H of Z നിന്നാണ്. സോ H of Z നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഇൻവേഴ്സസ് അല്ലെ, ഇസഡിന്റെ നെഗറ്റീവ് പവേഴ്സിലാണ് നമുക്ക് ഇപ്പോൾ H of Z കിട്ടിയത്. വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു എലിമിനേറ്റ് ദ നെഗറ്റീവ് പവേഴ്സ്. ഓക്കെ, സോ ദെൻ നെഗറ്റീവ് പവേഴ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഫാക്ടേഴ്സ് ആക്കണം. അങ്ങനെയാണ് നമുക്ക് പോൾസും സീറോസും കിട്ടുന്നത്. സോ അങ്ങനെ നമുക്ക് പോൾസും സീറോസും ഒക്കെ കിട്ടി. ഓക്കെ, സോ അപ്പൊ നമ്മൾ പോൾസും സീറോസും ഒക്കെ മാർക്ക് ചെയ്തു. സോ സ്റ്റെബിലിറ്റി കോസാലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സീറോസിന്റെ ആവശ്യമില്ല, വി ഓൺലി റിക്വയർ പോൾസ് അല്ലെ. സോ പോൾസ് വേണം. നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ H of Z ന്റെ പോൾസ്, വൺ പോൾ is Z is equal to 1.2 and the other pole is Z is equal to 0.6. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ one pole is inside the unit circle and one point is outside the unit circle അല്ലെ. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ പോൾ എങ്കിലും ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ we can say that the given transfer function, given LTI system is a unstable system. Okay, so this is how we are dealing with, we are finding whether the given LTI system is stable or not.